മോർണിംഗ്, വെൽക്കം ടു മെറിറ്റ് അക്കാദമി. മക്കളെ, നമ്മൾ +1 ആദ്യത്തെ ബോട്ടണീൻ്റെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതല്ലേ ചോദിക്കട്ടെ, എന്താടാ ഈ ബോട്ടണി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ 10th വരെ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നേ? ബയോളജി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് പഠിച്ചത് ആണല്ലോ. എന്നാൽ നമ്മൾ +1 നമ്മുടെ ഈ ബയോളജീനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മക്കളെ 2ആയി ഡിവൈഡ് ചെയ്യുന്നത്? ഒന്ന് പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠിക്കുന്നത്, രണ്ടാമത്തെ സ്റ്റഡി അബൌട്ട് ആനിമൽ. സ്റ്റഡി അബൌട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ബോട്ടണി എന്ന് പറയും. സ്റ്റഡി അബൌട്ട് ആനിമൽസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സുവോളജി എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ വർഷത്തെ ബോട്ടണിയുടെ ഫാക്കൽറ്റി ഞാനാണ്. എൻ്റെ പേര് അശ്വതി. നോക്കുക, നമുക്ക് ഐശ്വര്യമായിട്ട് ചാപ്റ്ററിലേക്ക് കടക്കുക. ഓക്കെ, നിങ്ങൾ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മക്കളെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്തിനാണ് നമ്മൾ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്? അതായത് പോട്ടെ, നിങ്ങളൊരു അക്കാദമിയിൽ പോയി, മെറിറ്റ് അക്കാദമിയിൽ നിങ്ങൾ വന്ന്, അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് സാറോട്, നമുക്ക് അശ്വതി എന്ന് പറഞ്ഞ പേര് തന്നെ എടുക്കാം, കാരണം നിങ്ങൾക്കറിയാം ഒരുപാടുള്ളൊരു പേരാണ് ഈ അശ്വതി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സാറോട് പറയാണ്, സാർ അശ്വതിനെ കാണണമെന്ന്. അപ്പോൾ സാറ് ഓക്കെ. എന്നിട്ട് സാർ എന്ത് ചെയ്യും മക്കളെ? 5ാം ക്ലാസ് മുതൽ +2 വരെ എത്ര അശ്വതിമാരുണ്ടോ എല്ലാ അശ്വതിനെയും നേരെ നിർത്തും. കാരണം എന്താ? കാരണം നിങ്ങൾ ജസ്റ്റ് അശ്വതിനെ കാണണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ മക്കളെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഏതൊരു ഓർഗാനിസത്തിനെയും കൺവീനിയൻ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയാം +1 പഠിക്കുന്ന അശ്വതി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കാരണം എന്താ? കൺവീനിയൻ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഓർഗാനിസത്തിനെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്ലാസിഫിക്കേഷൻ വേണം. അപ്പോൾ എന്താ മക്കളെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ബയോളജിക്കലി ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം നമുക്ക്. അതായത് ആദ്യമായിട്ട് മക്കളെ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഇതാരാന്നറിയോ? ഇതാണ് നമ്മുടെ സ്വന്തം അരിസ്റ്റോട്ടിൽ. ആരാടാ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാൽ? ആരാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാൽ? ഫാദർ ഓഫ് ബയോളജി. കണ്ടോ, അരി ആലോചിക്കുക, കഴിക്കുന്ന അരി, അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഈ അരിസ്റ്റോട്ടിൽ ഒരു ദിവസം ഇങ്ങനെ ഏത് വഴി പോവുക? കാട്ടുകൂടെ പോവുക. അപ്പോൾ കാട്ടുകൂടെ ഇങ്ങനെ പോകുമ്പോൾ മൂപ്പര് ഇങ്ങനെ കാണുക കുറേ ചെറിയ പ്ലാന്റ്, അതിൽ കുറച്ചും കൂടെ വലിയ പ്ലാന്റ്, വലിയ മരം. അപ്പോൾ അദ്ദേഹം വിചാരിച്ച്, ഞാൻ ഈ പ്ലാന്റ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്താലോ? ഏറ്റവും താഴെ ഹെർബ്, അതിന് കുറച്ചും കൂടെ മുകളിൽ ഷ്രബ്, ഏറ്റവും മുകളിൽ ട്രീ. സോ ഫസ്റ്റ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. എങ്ങനെ മക്കളെ? ഹെർബ്, ഷ്രബ് ആൻഡ് ട്രീ. എടാ, പ്ലാന്റ്സിന് മാത്രം ക്ലാസിഫൈ ചെയ്ത ആർക്ക് വിഷമാവും? ആനിമൽസിന്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഇങ്ങനെ കാട്ടിക്കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കൂറ ഉണ്ടല്ലോ, കൂറ, കോക്രോച്ച്. ഈ കൂറ അദ്ദേഹം അരച്ച് അതിനെ ചവിട്ടി, അതിനെ കൊന്നുപോയി. നമ്മൾ നടക്കുന്ന വഴിക്ക് കൂറേനെയൊക്കെ തട്ടല്ലോ. അപ്പൊ നോക്കുമ്പോൾ കൂറേന്റെ ബ്ലഡിന് എന്തില്ല? റെഡ് കളറില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചാ, റെഡ് കളറില്ലല്ലോ. സോ അദ്ദേഹം ഓർഗാനിസം അഥവാ ആനിമൽസിനെ റെഡ് ബ്ലഡ് സെല്ലുള്ളവ അഥവാ RBC വിത്തൗട്ട് RBC എന്നുള്ള രീതിയിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, റെഡ് കളർ ഉള്ളത്, റെഡ് കളർ ഇല്ലാത്തത് എന്നുള്ള 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. RBC ഉള്ളവരെ അദ്ദേഹം എന്ത് വിളിച്ചു? ഇനൈമ എന്ന് വിളിച്ചു. ഇനൈമ, ENAIMA. RBC ഇല്ലാത്തവരെ അദ്ദേഹം അനീമ എന്ന് വിളിച്ചു. എടാ, നമുക്ക് ഈ അനീമിക് എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? ചിലപ്പോൾ കുട്ടികൾ തല ചുറ്റി വീഴും. അപ്പോൾ ഡോക്ടർ പറയും അനീമിക് ആണ്. എന്താ ഈ അനീമിക് എന്ന് പറഞ്ഞാൽ? ബ്ലഡ് ഇല്ലാത്ത അവസ്ഥ. സോ RBC ഇല്ലാത്തവരെ അനീമ എന്നും RBC ഉള്ളവരെ എനൈമ എന്നും അദ്ദേഹം വിളിച്ചു. സോ ആദ്യമായിട്ട് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത് ആരാ മക്കളെ? അരിസ്റ്റോട്ടിലാണ്. പ്ലാന്റ്സിനെ എന്താക്കി? 3ആയി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ മക്കളെ? ഹെർബ്, ഷ്രബ്, ട്രീ. ആൻഡ് ആനിമൽസിനെ ഏതൊക്കെയാ? ഇനൈമ ആൻഡ് അനൈമ. ഇനൈമ എന്ന് പറഞ്ഞാൽ RBC ഉള്ളവർ വിത്ത് RBC, മറ്റേതാണെങ്കിൽ വിത്തൗട്ട് RBC. ഓക്കെ ആണോ? അങ്ങനെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ഒക്കെ ചെയ്ത് വലിയ സംഭവമായി ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്വന്തം ആര് വന്നത് മക്കളെ? കണ്ടോ, ട്രെൻറ്റി മാൻ. ആരാടാ അത്? പറഞ്ഞേ. ഇതാണ് നമ്മുടെ സ്വന്തം കാൾ ലിനേയസ്. ഫാദർ ഓഫ് ക്ലാസിഫിക്കേഷൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് കാൾ ലിനേയസിനെ കുറിച്ച്. കണ്ട, മുടിയൊക്കെ ട്രെൻഡ് ആക്കിയിട്ട് നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള ആളാണ് കാൾ ലിനേയസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം വിചാരിച്ച ഓർഗാനിസത്തിനെ നമുക്ക് വെറുതെ പ്ലാന്റ്സും, അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് പ്ലാന്റും ആനിമലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താടാ? എന്താണ് പ്ലാന്റും ആനിമലും തമ്മിൽ മെയിൻ ഡിഫറൻസ്? അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് പ്ലാന്റ്സിന് എന്തുണ്ട്?
അതെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളെ ഫ്രണ്ടായിട്ട് കച്ചറ കൂടി. ഓക്കെ, നിങ്ങൾ അടിപിടി കൂടുന്നത്, നിങ്ങൾ ഫ്രണ്ടിനെ നല്ലൊരു അടി അടിച്ച്, ഈ അടിയിൽ അവൻ്റെ കൈ ഒടിഞ്ഞു പോയി അല്ലെങ്കിൽ മുറിവ് വന്ന് ഒക്കെ അവനപ്പോൾ ഭയങ്കര വേദന എടുത്തപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. ആഹാ, ഞാൻ അടിച്ചപ്പോൾ ഇവൻ്റെ കൈ നല്ല വേദന എടുത്ത്, ഇവന് മുറിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു മരത്തിനെ കണ്ടപ്പോൾ ഒരൊറ്റ അടി മരത്തിന് കൊടുത്ത്. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഓ, അവന് ഞാൻ അടിച്ചപ്പോൾ വേദനിച്ച്, അപ്പം മരത്തിനും വേദനിക്കും. പക്ഷെ മരത്തിനെ നിങ്ങൾ നല്ലോണം അടിച്ചാൽ ആർക്കാ മക്കളെ വേദനിക്കുക? മരത്തിന് എന്തെങ്കിലും അറിയോ? മരം അറിയുന്നല്ല, നമുക്ക് വേദനിക്കും. എന്താടാ കാരണം? പ്ലാന്റ്സിനെയും ആനിമൽസിനെയും മെയിൻ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വാൾ. സോ നമ്മുടെ കാൾ ലിനേഴ്സ് 2 കിങ്ഡം പ്രപ്പോസ് ചെയ്ത്. ഏതൊക്കെയാ മക്കളെ? കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. അദ്ദേഹം നോക്കുമ്പോൾ പ്ലാന്റ്സിന് എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. ആനിമൽസിന് എന്തില്ല? സെൽ വാൾ ഇല്ല. സോ സെൽ വാളിന്റെ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വാൾ. അതാണ് ഒന്നാമതായിട്ട് അദ്ദേഹം നോക്കിയത്. രണ്ടാമത് നോക്കിയ സമയത്ത് മക്കളെ ലോക്കോമോഷൻ. ഞാൻ ഇന്ന് ഇവിടെ ഒരു ചെടീനെ കുഴിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് ആ ചെടി അവിടെ പോയി നിൽക്കുമോ? ഇല്ല, എവിടെയാണോ വെച്ചത് അവിടെ തന്നെയാണ് നിൽക്കുക. സോ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ ആണ് ലോക്കോമോഷൻ. അദ്ദേഹം നോക്കുമ്പോൾ പ്ലാന്റ് ഒരു ഭാഗത്ത് മാത്രം നിൽക്കും. ആനിമൽസ് എങ്ങനെയാ? ആനിമൽസ് ഇങ്ങനെ ഓടിക്കളിക്കും ആണല്ലോ. അപ്പോൾ ലോക്കോമോഷൻ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് ലോക്കോമോഷൻ. പ്ലാന്റ്സിന് എന്തില്ല മക്കളെ? ലോക്കോമോഷൻ ഇല്ല. ആനിമൽസിന് എന്തുണ്ട്? ലോക്കോമോഷൻ ഉണ്ട്. മൂന്നാമത് അദ്ദേഹം നോക്കുന്ന സമയത്ത് നമ്മളൊരു ആനിമൽസിനെ ഒന്ന് അടിക്കുക അല്ലെങ്കിൽ അതിന് പിന്നാലെ ഓടുന്ന സമയത്ത് അത് റെസ്പോൺസ് ചെയ്യും. സ്റ്റിമുലസിനനുസരിച്ച് ആനിമൽസ് റെസ്പോൺസ് ചെയ്യും. പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യോ? പാവ അനങ്ങാണ്ട് നിൽക്കുമെന്നാണ് അന്നത്തെ കാലത്തെ വിചാരം. പക്ഷെ പ്ലാന്റ് സ്റ്റിമുലസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? ഇത് ഒരുപാട് വർഷം മുന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ പ്ലാന്റ്സ് സ്റ്റിമുലസിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആനിമൽസ് ആണെങ്കിൽ നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. ഈ 3 ക്രൈറ്റീരിയന്റെ ബേസിസിൽ അദ്ദേഹം എന്ത് ഡിവൈഡ് ചെയ്ത്? 2 കിങ്ഡം, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. ഏതൊക്കെയാ മക്കളെ? കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. എന്തിന്റെ ബേസിസിൽ അദ്ദേഹം 2 കിങ്ഡം ക്ലാസ് അല്ലെങ്കിൽ 2 കിങ്ഡം പ്രപ്പോസ് ചെയ്തത്? 3 റീസൺസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ എന്താ മക്കളെ? പ്ലാന്റ് എന്ത് ചെയ്യില്ല പറഞ്ഞേ? സെൽ വോൾ ഇല്ല, പ്ലാന്റിന് സെൽ വോൾ ഇല്ല. പിന്നെ രണ്ടാമത്തത് എന്താ? പ്ലാന്റിന് സെൽ വോൾ ഉണ്ട്, ആനിമൽസിന് സെൽ വോൾ ഇല്ല. രണ്ടാമത്തത് എന്താ? റെസ്പോൺസ് ടു സ്റ്റിമുലസ്. സ്റ്റിമുലസിനോട് പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യൂല. ലോക്കോമോഷൻ ഇല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതും അറിയാതെ ഓട്ടോട്രോപ്പിക്, ഹെറ്റോട്രോപ്പിക്. പ്ലാന്റ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും, ആനിമൽസ് എന്തുണ്ടാക്കില്ല? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല. ഈ ഒരു റീസണിൽ അദ്ദേഹം എന്ത് ചെയ്ത്? പ്ലാന്റ്സിനെ പ്രപ്പോസ്, അതായത് പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ 2 കിങ്ഡം അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾ പറഞ്ഞേ, ആരൊക്കെയായിരിക്കും പ്ലാന്റ് കിങ്ഡത്തിൽ ഉണ്ടാവുക? അദ്ദേഹം നോക്കിയ സമയത്ത് കിങ്ഡം പ്ലാന്റ് കിങ്ഡവും പിന്നെന്താ മക്കളെ? ആനിമൽ കിങ്ഡം പ്ലാന്റ് കിങ്ഡം അല്ലെ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. കിങ്ഡം പ്ലാന്റിൽ ആരൊക്കെ ഉണ്ടാവും മക്കളെ? പറഞ്ഞേ. അതായത് അദ്ദേഹം നോക്കുമ്പം കിങ്ഡം പ്ലാന്റ്സിൽ, അതായത് കിങ്ഡം പ്ലാന്റിൽ ഫംഗസ് ഉണ്ട്. പിന്നെ എന്താ മക്കളെ? ചെറിയ പ്ലാന്റുകൾ ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ആരുണ്ട്? ബാക്ടീരിയ ഉണ്ട്. ഓക്കെ, കിങ്ഡം ആനിമേലിയയിൽ ആരുണ്ട്? കിങ്ഡം ആനിമേലിയയിൽ ആരാ ഉള്ളത്? ഇൻവെർട്ടിബ്രേ ഉണ്ട്. പിന്നെ ആരാ മക്കളെ ഉള്ളത്? രണ്ടാമത്തെ നമ്മുടെ പ്രോട്ടോസോവൻസ്. ഇതൊക്കെ കിങ്ഡം ആനിമേലിയയിൽ. അല്ല, നിങ്ങൾ പറഞ്ഞേ, എന്താ മക്കളെ ഇതിൻ്റെ ഒരു പ്രശ്നം? കിങ്ഡം പ്ലാന്റിൽ ആരുണ്ട്? ഫംഗസ്. പിന്നെ ആരുണ്ട്? നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഷ്രബ്, അതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ബാക്ടീരിയ. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ബാക്ടീരിയയും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള പ്ലാന്റ്സും ഒരു കിങ്ഡത്തിൽ. ശരിയാണോ? നിങ്ങൾ പറഞ്ഞേ. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞ ഒറ്റ സെല്ലുള്ള ബാക്ടീരിയയും മില്യൺസ് ഓഫ് സെൽസ് ഉള്ള പ്ലാന്റും ഒരൊറ്റ കിങ്ഡത്തിൽ. ശരിയാണോ അത്? അല്ല. രണ്ടാമത് നോക്കുമ്പോൾ മക്കളെ, അതായത് പ്രോ കാരിയോട്സ് ആൻഡ് യു കാരിയോട്സ് ഒരു കിങ്ഡത്തിൽ. എന്താടാ പ്രോ കാരിയോട്സ് എന്ന് പറഞ്ഞാല്? അതായത് ഡെഫൈൻ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ് പ്രോ കാരിയോട്സ്. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഒരു സെല്ല് വരയ്ക്കാന്ന് വിചാരിച്ചേ. ഇതാണ് മക്കളെ ഒരു പ്രോ കാരിയോട്ടിക് സെല്ല്, ഇതാണ് ഒരു യു കാരിയോട്ടിക് സെല്ല്. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഈ പ്രോ കാരിയോട്ടിക് സെല്ലിലെ ജനറ്റിക് മെറ്റീരിയൽസ് ഇങ്ങനെ തോന്നിയ പോലെ നടക്കുക. പ്രത്യേകിച്ച് ഡിഫൈൻ ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിലാണോ പ്രോ കാരിയോട്സ് ഉള്ളത്?
അല്ല. യൂകാരിയോട്ടിക് സെല്ല് നോക്കിക്കേ, ഒരു ഡിഫൈൻ ആയിട്ടുള്ള ന്യൂക്ലിയസിന്റെ ഉള്ളിലാണുള്ളത്. അതാണ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. അപ്പൊ അദ്ദേഹം നമ്മൾ നോക്കുന്ന സമയത്ത് കിങ്ഡം പ്ലാന്റയിലാണ് ആരുള്ളത് മക്കളെ? പ്രോകാരിയോട്സും യൂകാരിയോട്സും ഉള്ളത്. അതൊരു ഡീമെറിറ്റ് അല്ലേ? ഓക്കെ. പിന്നെ നോക്കുമ്പോ അല്ല, ഫംഗസ് എന്താ? ഓട്ടോട്രോപ്പിക് ആണോ? എന്താടാ ഈ ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാല്? സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലൈറ്റ് അലർജി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ. ഹെറ്റിരോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ. അല്ല, നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സും അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള പ്ലാന്റ്സും ഹെറ്റിരോട്രോപ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്. എന്താടാ സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ? ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ ജീവിക്കുന്ന ഫംഗസും ഒരു കിണ്ടത്തില്. ശരിയാണോ അത്? അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആരെ നെഗറ്റീവ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ കാൾ ലിനേസ് സെപ്പറേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ. എന്തൊക്കെയാ മക്കളെ നോക്കിക്കേ. അതായത് ഡിഡിൻ സെപ്പറേറ്റ്, അത് അദ്ദേഹം എന്ത് സെപ്പറേറ്റ് ചെയ്തില്ല? ഓട്ടോട്രോപ്സിനും ഹെറ്റിരോട്രോപ്സിനും സെപ്പറേറ്റ് ചെയ്തില്ല. രണ്ടുപേരും ഒരു ഗ്രൂപ്പ് കൊണ്ടുപോയിട്ട്, അതായത് കിങ്ഡം പ്ലാന്റയിൽ പ്ലാന്റ്സിനെയും ഇട്ട് ഫംഗസിനെയും ഇട്ട്. യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. ബാക്ടീരിയ പോലത്തെ യൂണിസെല്ലുലാറിനെയും വലിയ വലിയ പ്ലാന്റ് പോലത്തെ മൾട്ടി സെല്ലുലാറിനെയും ഒരു ഗ്രൂപ്പ് കൊണ്ടിട്ട്. ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. അതായത് ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ മക്കളെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുക, സൺലൈറ്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലോ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെയും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഫോട്ടോസിന്തസിസേ നടത്താത്ത ഫംഗസിനെയും അവർ എന്തിൽ കൊണ്ടിട്ട്? ഒരേ ഗ്രൂപ്പ് കൊണ്ടിട്ട്. പിന്നെ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡിഫൈൻ ആയിട്ടുള്ള ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തവരാണ് പ്രോകാരിയോട്സ്, ഉള്ളവരാണ് യൂകാരിയോട്സ്. അപ്പൊ ഇതൊക്കെ ആരെ ഡീമെറിറ്റ് ആണ്? നമ്മുടെ സ്വന്തം ട്രെൻഡി കാൾ ലിനേസിന് ഡീമെറിറ്റ് ആണ്. അങ്ങനെ ആ സമയത്തൊക്കെ എല്ലാവരും വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ 2 കിങ്ഡം. പക്ഷെ കാലം പോകും തോറുമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. അങ്ങനെ ഇതിനെയൊക്കെ മാറ്റിയിട്ട്, അതായത് നമ്മുടെ കാൾ ലിനേസിന്റെ ഡീമെറിറ്റ്സ് മൊത്തം മെറിറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്ന പുതിയ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് മക്കളെ? റോബർട്ട് വിറ്റാക്കർ. ആരാടാ? റോബർട്ട് വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ ഈ കാൾ ലിനേസിന്റെ ഡീമെറിറ്റിനെ മൊത്തം അദ്ദേഹം എന്താക്കി മാറ്റി? മെറിറ്റാക്കി മാറ്റി. അതായത് എന്തിന്റെ ബേസിസിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് ഓർഗാനിസത്തെ? പ്രധാനമായിട്ടും ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ. RH വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 5 ക്രൈറ്റീരിയസ് ആണ് മക്കളെ ഉള്ളത്. ഏതൊക്കെയാ 5 ക്രൈറ്റീരിയ? വെരി ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഒന്നെന്ന് പറഞ്ഞാൽ സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഏതൊക്കെയാണ് 5 ക്രൈറ്റീരിയ ഫോർ RH വിറ്റാക്കർ ക്ലാസിഫിക്കേഷൻ? പറഞ്ഞ സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. എന്താണ് സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? അതിന്റെ സെൽ എങ്ങനെയാണ്? യൂകാരിയോട്സ് ആണോ അല്ലെങ്കിൽ പ്രോകാരിയോട്സ് ആണോ? അതാണ് സെൽ സ്ട്രക്ചർ. എന്താണ് ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ? പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോപ്സ് ഓർ ഹെറ്ററോട്രോപ്സ്. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ സെക്ഷൽ ആണോ അസെക്ഷൽ ആണോ വെജിറ്റേറ്റീവ് ആണോ? ലാസ്റ്റ് വൺ ആണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അതെന്താ ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്? കേട്ടിട്ടുണ്ട് നിങ്ങൾ ആ പേര്? ഫൈലോജനറ്റിക് അതായത് നമ്മുടെ ആൻസിസ്റ്ററൽ റിലേഷൻഷിപ്പ് ആണ്. നമ്മുടെ പൂർവികരെ കുറിച്ച് ആ ഒരു ബേസും കൂടെ ആരും എടുത്തിട്ടുണ്ട്? നമ്മുടെ RH വിറ്റാക്കർ എടുത്തിട്ടുണ്ട്. സോ 5 ക്രൈറ്റീരിയ ഫോർ RH വിറ്റാക്കർ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ മക്കളെ? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ ആണോ? അപ്പൊ മക്കളെ നമ്മുടെ ഈ RH വിറ്റാക്കർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? ഞാൻ പറഞ്ഞു നമ്മുടെ ലിനേയസിന്റെ ഡീമെറിറ്റ്സിനെ മുഴുവൻ അദ്ദേഹം എന്താക്കിയടാ? മെറിറ്റാക്കി. ഓക്കെ, ലിനേയസിന്റെ ഡീമെറിറ്റ്സിനെ മൊത്തം മെറിറ്റാക്കിയിട്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഡീമെറിറ്റ്സ് ഒന്ന് നോക്കുക. എന്തൊക്കെയാ മക്കളെ? അദ്ദേഹം ആദ്യം ആര് സെപ്പറേറ്റ് ചെയ്തില്ല? യൂണിസെല്ലുലാറിനെയും പ്രോകാരിയോട്സിനെയും യൂകാരിയോട്സിനെയും സെപ്പറേറ്റ് ചെയ്തില്ല. സോ നമ്മുടെ ലിനേയസ് അല്ല നമ്മുടെ RH വിറ്റാക്കർ എന്ത് ചെയ്തടാ? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്ത്. എങ്ങനെ? ഓർഗാനിസത്തെ. ഒന്നാമത്തത് പ്രോകാരിയോട്സ്, രണ്ടാമത്തത് യൂകാരിയോട്സ്. 2 ഗ്രൂപ്പാക്കി. പ്രോകാരിയോട്സിനെ മാത്രം ഒരു ഗ്രൂപ്പും യൂകാരിയോട്സിനെ മാത്രം ഒരു ഗ്രൂപ്പും. ഈ പ്രോകാരിയോട്സിന് അദ്ദേഹം കൊടുത്തു എന്ത് മക്കളെ?
കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറ. ഓക്കെ. ദെൻ അദ്ദേഹം എന്ത് ചെയ്തു മക്കളെ, ഈ യൂകാരിയോട്സിനെ വീണ്ടും അദ്ദേഹം നോക്കിയ സമയത്ത് യൂണിസെല്ലുലാറും, അതായത് ആദ്യം എന്താക്കി, പ്രോകാരിയോട്സിന് യൂകാരിയോട്സിന് വേറെ വേറെ ഗ്രൂപ്പ് കൊടുത്തു. ഈ പ്രോകാരിയോട്സിന് മാത്രം അദ്ദേഹം ഒരു പേര് കൊടുത്തു, അതാണ് കിങ്ഡം മൊനീറ. രണ്ടാമത്തെ യൂകാരിയോട്സിനെ അദ്ദേഹം വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്ത്, ഏതൊക്കെയാ മക്കളെ, യൂണിസെല്ലുലാറും പിന്നെ ഏതാ മക്കളെ, മൾട്ടി സെല്ലുലാറും. യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. എന്താണ് യൂണിസെല്ലുലാറിൽ അദ്ദേഹം കൊടുത്തു എന്ത് മക്കളെ, യൂണിസെല്ലുലാർ ആയിട്ട് മാത്രമുള്ള ഓർഗാനിസത്തെ അദ്ദേഹം കൊടുത്തു കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓക്കെ. ദെൻ അദ്ദേഹം എന്ത് ചെയ്തു, ഈ മൾട്ടി സെല്ലുലാറിനെ സെൽവാൾ ഉണ്ട് സെൽവാൾ ഇല്ല എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. സെൽവാൾ ഇല്ല വരെ, അതായത് നമുക്കറിയാം സെൽവാൾ ആർക്കാളുള്ള, പ്ലാന്റ്. സെൽവാൾ ഇല്ലാത്തതാരാ, ആനിമൽ. അപ്പം അടുത്തത് കിങ്ഡം ആനിമേലിയ. സെൽവാൾ ഉള്ളവരാരാ മക്കളെ, പ്ലാന്റ്സ്. കിങ്ഡം പ്ലാന്റ്. എന്നാൽ ഈ സെൽവാൾ നോക്കുന്ന സമയത്ത് പ്ലാന്റ്സ് ഒക്കെ സെൽവാൾ ഉണ്ട്, എന്നാൽ ഇവരിൽ ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ കിങ്ഡം പ്ലാന്റ്. പിന്നെ ഏതാ മക്കളെ, കിങ്ഡം ആനിമേലിയ. ഇതിൽ ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള ആൾക്കാർ കിങ്ഡം പ്ലാന്റ്, ഹെറ്ററോട്രോപ്പിക് ഉള്ള ആൾക്കാർ അദ്ദേഹം എന്തിട്ട് മക്കളെ, കിങ്ഡം ഫംഗേ അല്ലെങ്കിൽ ഫഞ്ചൈ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ. സോ നമ്മുടെ സ്വന്തം വിച്ചാക്കർ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വിച്ചാക്കർ ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ മക്കളെ, കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗേ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. ഏതൊക്കെയാ മക്കളെ, കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗേ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. നമുക്ക് ഓർക്കാൻ നമുക്ക് എന്ത് പറയാം, കിങ്ഡം മൊനീറ. മൊനീറ നമുക്ക് മുനീറാക്കി മാറ്റാം. ഓക്കെ. അപ്പൊ നമ്മുടെ മുനീർ എന്ത് ചെയ്തു മക്കളെ, പ്രോട്ടീൻ പൗഡർ കുടിച്ച്. നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ പ്രോട്ടീൻ പൗഡർ കുടിക്കാറില്ലേ? മുനീറേട്ടൻ പ്രോട്ടീൻ പൗഡർ കുടിച്ച് ചുമ്മാ ഫണ്ണായിട്ടാണേ കുടിച്ചേ. ഫണ്ണ് അഥവാ ഫംഗി. കിട്ടിയോ? മുനീറേട്ടൻ, മുനീർ അല്ലെങ്കിൽ മൊനീറ, പിന്നെ ഏതാ മക്കളെ, പ്രോട്ടീൻ പൗഡർ പ്രോട്ടിസ്റ്റ, ഫണ്ണായിട്ട് കുടിക്കുക ഫംഗെ. 3 എണ്ണം കിട്ടിയോ? പിന്നെ കിങ്ഡം പ്ലാന്റ് ആൻഡ് ആനിമേലിയ. അത് നമുക്ക് ഒന്നെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഫണ്ണായിട്ട് ചെറുതേ പ്ലാൻ ചെയ്ത് കുടിച്ചതാ പ്ലാൻ, കിങ്ഡം പ്ലാന്റ്. ദെൻ കിങ്ഡം അദ്ദേഹം എന്തായി പോയി മക്കളെ, ആനിമൽ ആയി പോയി. നല്ല കൂടുതലേ. ഏതൊക്കെയാ മക്കളെ, കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ. മുനീർ പ്രോട്ടീൻ പൗഡർ കുടിച്ചു, ഫണ്ണായിട്ട് കുടിച്ചു, പ്ലാൻ ചെയ്ത് കുടിച്ചു, ആനിമൽ ആയിപ്പോയി. കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗേ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. നിങ്ങളൊരു കാര്യം നോക്കണം, ഞാനിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, റിപ്പീറ്റ് ചെയ്ത് പറയണം. കാരണം നിങ്ങൾക്ക് ഈ ബോട്ടണി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ 10th അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് പുതിയ ടേംസ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ തലയിൽ ഈ കാര്യം നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഒന്നും വിചാരിക്കേണ്ട, അമ്മയൊന്നും വിചാരിക്കില്ല. ഓക്കെ. എന്നാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ ഈ സാധനം നിൽക്കുകയുള്ളൂ. അപ്പോൾ 5 കിങ്ഡം പറഞ്ഞ ഏതൊക്കെയാണ് മക്കളെ, കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗേ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. നോക്കുക, നമ്മുടെ നിങ്ങളുടെ SCERT ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിലുള്ള ഒരു കോളം, ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ളുന്ന് പോലും നമുക്ക് CBSEക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ കോളത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ചെറിയ പോയിന്റിന് പോലും നിങ്ങൾക്ക് PYQ ഉണ്ടല്ലോ, ഫസ്റ്റ് 10 എണ്ണം, അത് CBSEക്ക് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റിനും ചോദിക്കാറുണ്ട്. നോക്കുക നമുക്ക്. അപ്പൊ മക്കളെ 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാടാ പറഞ്ഞേ, കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗേ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ. ഏതൊക്കെയാണ്? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗേ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. നമ്മൾ ഈ പറഞ്ഞ സാധനം തന്നെ ഒന്നും കൂടെ ഇവിടെ പറഞ്ഞുള്ളൂ. നോക്ക്, നമുക്ക് കിങ്ഡം മൊനീറ എടുത്ത മക്കളെ നമ്മൾ എന്താ പറഞ്ഞേ, വിച്ചാക്കർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യം പ്രോകാരിയോട്സിനും യൂകാരിയോട്സിനും വേറെ വേറെയാക്കി. സോ കിങ്ഡം മൊനീറ എടുക്കുന്ന സമയത്ത് അവർ പ്രോകാരിയോട്സ് ആണ്, ബാക്കി എല്ലാവരും യൂകാരിയോട്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ യൂകാരിയോട്സ് ആരൊക്കെയാ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, ആനിമേലിയ, 4 പേര് യൂകാരിയോട്സ് ആണ്. അടുത്ത നമ്മൾ എന്തെടുക്കൂടാ, അതിന്റെ യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ നോക്കാം. നോക്കുന്ന സമയത്ത് മക്കളെ എവിടെ പോയി,
സെല്ലുലാർ അതായത് സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, യൂണി സെല്ലുലാർ ആണ്. കിങ്ഡം മൊണീറയും കിങ്ഡം പ്രോട്ടിസ്റ്റിയും യൂണി സെല്ലുലാർ, ബാക്കി എല്ലാവരും മൾട്ടി സെല്ലുലാർ, ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ലെവൽ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ. ദെൻ സെൽ വാൾ നോക്കണേ. നമ്മൾ സെൽ വാൾ എടുക്കുന്ന സമയത്ത് മക്കളെ ഈ മൊണീറ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയന്റെ ഒരു ഗ്രൂപ്പാണ് മൊണീറ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ബാക്ടീരിയസ് ഉണ്ടാവും. സോ നമുക്ക് അതിന്റെ സെൽ വാൾ എന്ന് പറഞ്ഞാൽ നോൺ സെല്ലുലോസിക് ആണ്. അതായത് പോളിസാക്രൈഡും അമിനോ ആസിഡ്സിനെ കൊണ്ടുമാണ് മൊണീറയുടെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോട്ടിസ്റ്റ് എടുക്കുമ്പോൾ എല്ലാ പ്രോട്ടിസ്റ്റയ്ക്കും ഒന്നും സെൽവാൾ ഇല്ല, ചിലവർക്ക് സെൽവാൾ ഉണ്ട്. ഫംഗസിന്റെ സെൽവാൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അതായത് ഫംഗസിന്റെ സെൽവാളിന്റെ പേരാണ് മക്കളെ കൈറ്റിൻ. ഓക്കെ, അത് ഫംഗി എന്ന് പറഞ്ഞ കിങ്ഡം പറയുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. ഫംഗസിന്റെ സെൽവാൾ ആണ് കൈറ്റിൻ. പ്ലാന്റേക്ക് സെല്ലുലോസ്, ആനിമേലിയക്ക് സെൽവാൾ ഇല്ല. ഓക്കെ ആണോ? ഇത് നമ്മൾ പറയുന്നത് എന്താ നമുക്ക്, ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മളിപ്പോൾ ഒരു സെൽ എടുക്കുന്ന സമയത്ത് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ആർക്ക് ഉണ്ടാവില്ല, പ്രോകാരിയോട്സിന് ഉണ്ടാവില്ല. യൂകാരിയോട്സിനാണെങ്കിൽ ഒരു ഡിഫൈൻ ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ മൊണീറയ്ക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്, ബാക്കി എല്ലാവർക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ദെൻ ബോഡി ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞേ, എന്താ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോപ്പിസ് ആണോ ഹെറ്ററോട്രോപ്പിക് ആണോ എന്നാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ മൊണീറ ആണെങ്കിൽ അവരെങ്ങനെയുണ്ട് മക്കളെ, ഓട്ടോട്രോപ്പിക്കും ഉണ്ട് ഹെറ്ററോട്രോപ്പിക്കും ഉണ്ട്. ഈ ഓട്ടോട്രോപ്പിക്ക് തന്നെ 2 വിധമുണ്ട്. അതൊക്കെ നമുക്ക് മൊണീറ എന്ന് പറഞ്ഞ കിങ്ഡം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഔട്ട്ലൈൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ ആണോ? അടുത്ത മക്കളെ, പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോപ്പിക്കും ഉണ്ട് ഹെറ്ററോട്രോപ്പിക്കും ഉണ്ട്. അതായത് അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരും ഉണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നവരും ഉണ്ട്. ഫംഗി എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടും ഹെറ്ററോട്രോപ്പിക് ആണ്, അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. സാപ്രോഫൈറ്റിക് ആണ്. എന്താണ് സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റിൽ ജീവിക്കുന്നവരാണ്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോപ്സ്, നമുക്കറിയാം ആനിമൽസ്. നമ്മളൊക്കെ എന്താ മക്കളെ, ഹെറ്ററോട്രോപ്സ് അല്ലെങ്കിൽ ഹോളോസോയിക്ക. ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ഫുഡ് കഴിക്കുക പുറത്തുനിന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ട് ആണോ നമ്മൾ കഴിക്കുക? അല്ല, നമ്മളൊരു ഫുഡ് കഴിച്ച് വിഴുങ്ങിയതിന് ശേഷം നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ നിന്നാണ് എന്ത് നടക്കുന്നത്, ഡൈജഷൻ നടക്കുന്നത്. ആ ടൈപ്പ് ഓഫ് ഫുഡിന്, ആ ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണ് ഹോളോസോയിക് എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ RH വിച്ചാക്കൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ് മക്കളെ? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ. മൊണീർ പ്രോട്ടീൻ പൗഡർ കുടിച്ച് ഫണ്ണായിട്ട് കുടിച്ചു, ഫംഗെ പ്ലാൻ ചെയ്ത് കുടിച്ചു, പ്ലാന്റ് ആൻഡ് ആനിമേലിയ. ഇതാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറയാനുണ്ട്. ഏതൊക്കെയാ മക്കളെ? ഇത് പ്രീവിയസ് ഇയറിൽ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാ അത് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാ? അദ്ദേഹം 5 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത്. ഒന്ന് പറഞ്ഞ ഏതൊക്കെയാ? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ലാസ്റ്റ് വൺ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി മക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു പോയിന്റ്. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ എന്തെങ്കിലും ഡീമെറിറ്റ്സ് ഉണ്ടോ? നിങ്ങൾ ഇത്രയും നേരം നോക്കിയതിൽ വെച്ച് എന്തെങ്കിലും ഡീമെറിറ്റ്സ് നിങ്ങൾക്ക് കാണാനുണ്ടോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ? ഒന്ന് പറഞ്ഞേ മക്കളെ. അദ്ദേഹം നമ്മളിപ്പം ലിനേസിനെ പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്തുണ്ടായിരുന്നു, പ്രോകാരിയോട്സിനും യൂകാരിയോട്സിനും ഒക്കെ ഒരു ഗ്രൂപ്പിലാണ് പെടുത്തിയത്. ഓട്ടോട്രോപ്സ് ഹെറ്ററോട്രോപ്സ് ഒക്കെ ഒരു ഗ്രൂപ്പിലാണ് പെടുത്തിയത്. അതുപോലെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തെങ്കിലും ഒരു ഡീമെറിറ്റ്സ് നിങ്ങൾക്ക് കാണാനുണ്ടോ? ഉണ്ടോടാ? എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ പണ്ട്, അതായത് 2-3 വർഷം മുന്നേ പണി തന്ന ആൾക്കാരാണ് ആരും മക്കളെ? കോവിഡ് വൈറസ്. നമ്മുടെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എവിടെയെങ്കിലും വൈറസിനെ കുറിച്ച് പറയുന്നുണ്ടോ? വൈറോയിഡ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ? പ്രിയോൺസിനെ കുറിച്ച് പറയുന്നുണ്ടോ? അങ്ങനത്തെ ചെറിയ ബാക്ടീരിയനേക്കാൾ ചെറിയ ഓർഗാനിസത്തെ കുറിച്ചൊന്നും എന്തിൽ പറയുന്നില്ല, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറയുന്നില്ല. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ വിറ്റാക്കറിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി മക്കളെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കുഞ്ഞു കിങ്ഡമാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് മക്കളെ ഈ 5 കിങ്ഡത്തിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് കിങ്ഡം മൊണീറ. നോക്കുമ്പോൾ കിങ്ഡം മൊണീറയിൽ ബാക്ടീരിയ വരുന്നത്. ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ ബാക്ടീരിയ ആണല്ലോ. അതൊരു ലാർജ് ഗ്രൂപ്പാണ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എവിടെ ഉണ്ട്? ഈ മൊണീറയിലുണ്ട്. സോ നമ്മുടെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാൾ വൗസ് ആണ്. ആരാ മക്കളെ? കാൾ വൗസ്. നിങ്ങൾ കേട്ടില്ലേ, ഒരു വൗസ് ആയില്ല എന്നൊക്കെ കേൾക്കാറില്ല. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. കാൾ വൗസ്, ഒരു വൗസ് ഇല്ലാത്ത കാൾ വൗസ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു മക്കളെ? നമ്മുടെ കിങ്ഡം മൊണീറേനെ 2 ആക്കി ഡിവൈഡ് ചെയ്തു.
കിങ്ഡം മൊണീറേനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തത് ആർക്കി ബാക്ടീരിയ, രണ്ടാമത്തത് എന്ത് കൊടുത്തടാ യു ബാക്ടീരിയ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് അദ്ദേഹം കിങ്ഡം മൊണീറേനെ എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. അല്ലെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം 3 ഡൊമൈൻ സിസ്റ്റം കൊണ്ടുവന്നു. 3 ഡൊമൈൻ സിസ്റ്റത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു മക്കളെ? 3 ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 3 ഡൊമൈൻ അല്ലേ? അതിൽ അദ്ദേഹം കിങ്ഡം മൊണീറേനെ 2 ഡൊമൈൻ ആക്കി. ഏതൊക്കെയാ? ഒന്നാമത്തത് ആർക്കിയ, രണ്ടാമത്തത് ബാക്ടീരിയ. ഇങ്ങനെ കിങ്ഡം മൊണീറേനെ 2 ഡൊമൈൻ ആക്കി. പിന്നെ മക്കളെ ബാക്കിയുള്ളത് യൂക്കാരിയ അല്ലെങ്കിൽ യൂക്കാരിയോട്ട. ഈ അതായത് ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ ബാക്ടീരിയ, ബാക്കി യൂക്കാരിയോട്ട. ഈ യൂക്കാരിയോട്ടിലാണ് ആരൊക്കെ വരുന്നത്? നമ്മൾ നേരത്തെ പഠിച്ച് ആരൊക്കെ വരുന്നത് മക്കളെ? ആരൊക്കെയാ? മൊണീർ ഒഴിച്ച് ബാക്കി എല്ലാവരും ആരൊക്കെയാ? പ്രോട്ടിസ്റ്റ, ഫംഗേ, പ്ലാന്റേ, ലാസ്റ്റ് വൺ ആനിമേലിയ. ഓക്കെ ആണോ? ഇവർ 4 പേരും ഏതാ ഡൊമൈൻ യൂക്കാരിയയിൽ വരുന്നുണ്ട്. ബാക്കിയുള്ള ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ ബാക്ടീരിയ. ഡൊമൈൻ ആർക്കിയയിൽ വരുന്ന ആൾക്കാരാണ് മക്കളെ ആർക്കി ബാക്ടീരിയ. ഓക്കെ. എന്നാൽ ഡൊമൈൻ ബാക്ടീരിയയിൽ വരുന്ന ആൾക്കാരാണ് യു ബാക്ടീരിയ. സോ ഇൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ വൗസ് എന്ത് ചെയ്തു? 3 ഡൊമൈൻ സിസ്റ്റം കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഹി ക്ലാസിഫൈഡ് കിങ്ഡം മൊണീറ ഇൻ 2 ഗ്രൂപ്പ്. ഏതൊക്കെയാ? ഒന്നാമത്തെ ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ ബാക്ടീരിയ. ഡൊമൈൻ ആർക്കിയയിൽ വരുന്ന കിങ്ഡമാണ് ആർക്കി ബാക്ടീരിയ. എന്നാൽ ഡൊമൈൻ ബാക്ടീരിയയിൽ വരുന്നതാണ് അല്ലെങ്കിൽ യു ബാക്ടീരിയയിൽ വരുന്നതാണ് ബാക്ടീരിയ. കിട്ടിയോ മക്കളെ? അങ്ങനെ 2 ആക്കിയിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. പിന്നെ ബാക്കിയുള്ള എല്ലാ കിങ്ഡങ്ങളും. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പൊ മക്കളെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നുണ്ടായിരുന്നത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് എന്താടാ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം ആദ്യമായിട്ട് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത് അരിസ്റ്റോട്ടിൽ. അരി ആലോചിക്കുക, കഴിക്കുന്നത് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം പ്ലാന്റ്സിനെ 3 ആയി ഡിവൈഡ് ചെയ്ത് ഏതൊക്കെയാ പറഞ്ഞേ? ഹെർബ്, ഷ്രബ്, ട്രീ. പിന്നെ എന്താ മക്കളെ? ആനിമൽസിന് അദ്ദേഹം RBC ഉള്ളത്, RBC ഇല്ലാത്തത്, വിത്ത് RBC, വിത്തൗട്ട് RBC. RBC ഇല്ലാത്തവരെ അനീമിയ എന്നും അല്ലെങ്കിൽ RBC ഉള്ളവരെ അദ്ദേഹം ഇനേമിയ എന്നും വിളിച്ചു. ഓക്കെ. രണ്ടാമത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം കാൾ ലിനേയസ് ആണ്. അദ്ദേഹം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത്. എന്താണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പ്ലാന്റ്സിനും ആനിമൽസിനും 2 കിങ്ഡം ആക്കി മാറ്റി. എന്തിന്റെ ബേസിൽ? പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വാൾ, their locomotion, their response to stimulus. സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി, ലോക്കോമോഷൻ ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ സെൽ വാൾ ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്താക്കിയിട്ട് ഈ ഒരു ക്രൈറ്റീരിയന്റെ ബേസിൽ അദ്ദേഹം കിങ്ഡം പ്ലാന്റും കിങ്ഡം ആനിമേലിയും സെപ്പറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. ഓക്കെ. ദെൻ അദ്ദേഹത്തിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാ പറയുന്നത്? കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ കിങ്ഡം ആനിമേലിയ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഓട്ടോട്രോപ്സിനെയും ഹെറ്ററോട്രോപ്സിനെയും എന്ത് ചെയ്തില്ല? സെപ്പറേറ്റ് ചെയ്തില്ല. 2 പേരും ഒരു ഗ്രൂപ്പ് കൊണ്ടുപോയിട്ട് പ്ലാന്റയിൽ. ദെൻ യൂണിസെല്ലുലാർ ബാക്ടീരിയ ആയിട്ടുള്ള യൂണിസെല്ലുലാർ ബാക്ടീരിയ മുതൽ മൾട്ടി സെല്ലുലാർ പ്ലാന്റിനെ വരെ ഒരു ഗ്രൂപ്പ് കൊണ്ടിട്ട്. ദെൻ ഫോട്ടോസിന്തറ്റിക് ഉള്ളവരെയും ഹെറ്ററോട്രോപ്പിക്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും ഹെറ്ററോട്രോപ്പിക് ആയിട്ടുള്ള ഫംഗസിനെയും ഒരു ഗ്രൂപ്പ് കൊണ്ടിട്ട്. ലാസ്റ്റ് വൺ പ്രോകാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. എന്താണ് പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ? ഡെഫൈൻഡ് ആയിട്ട് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തവരെയും ഉള്ളവരെയും ഒക്കെ ഒരു ഗ്രൂപ്പ് കൊണ്ടിട്ട്. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കാൾ ലിനേയസിന്റെ ഡീമെറിറ്റ്. ഈ കാൾ ലിനേയസിന്റെ ഡീമെറിറ്റ് മുഴുവൻ മെറിറ്റാക്കി മാറ്റിയ ആളാണ് നമ്മുടെ സ്വന്തം R.H. വിറ്റാക്കർ. ഈ R.H. വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. എന്തൊക്കെയാണ്? 5 ക്രൈറ്റീരിയ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ. എന്തൊക്കെയാ പറഞ്ഞേ? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ദെൻ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ ആണോ? ദെൻ മക്കളെ അദ്ദേഹം 5 കിങ്ഡം പ്രപ്പോസ് ചെയ്തു. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗെ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. ഓക്കെ. അത് നമ്മളെ നിങ്ങളെ NCERT ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഒരു പോയിന്റ്. അതായത് ഓരോ കിങ്ഡവും അതിന്റെ ക്യാരക്ടേഴ്സും അത് പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഓക്കെ. കിങ്ഡം അദ്ദേഹം എന്താ ചെയ്തത്? നമ്മുടെ കാൾ ലിനേയസിന്റെ ഡീമെറിറ്റിനെ മൊത്തം മെറിറ്റ് ആക്കിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. മുനീർ പ്രോട്ടീൻ പൗഡർ കുടിച്ച് ഫണ്ണായിട്ട് കുടിച്ച്, മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗെ പ്ലാൻ ചെയ്ത് കുടിച്ചു, പ്ലാന്റ്, ആനിമേലിയ. 5 ഗ്രൂപ്പ് കിട്ടിയല്ലോ, 5 കിങ്ഡം. ദെൻ മക്കളെ അദ്ദേഹത്തിന്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തില്ല? വൈറസ്, വൈറോയിഡ്, പ്രിയോൺസ് ഇവരൊന്നും അദ്ദേഹം എന്ത് ചെയ്തില്ല? ക്ലാസിഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു സ്ഥാനവും കൊടുത്തില്ല എവിടെയും.
ദെൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാൾ വൗസ് ആണ്. കുറേ ഉള്ള മൊണീറേനെ അദ്ദേഹം 2 ഡൊമൈൻ ആക്കി തിരിച്ചു. ഏതൊക്കെയാ മക്കളെ? ഡൊമൈൻ ആർക്കിയയും ഡൊമൈൻ ബാക്ടീരിയയും, പിന്നെ മൂന്നാമത് നമ്മുടെ യൂകാരിയോട്ടി. ഈ ഡൊമൈൻ ആർക്കിയനെ അദ്ദേഹം ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പും ഡൊമൈൻ ബാക്ടീരിയനെ യു ബാക്ടീരിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പും ബാക്കിയുള്ളവരെ മുഴുവൻ കിങ്ഡം ഫംഗെ, പ്രോട്ടിസ്റ്റെ, പ്ലാന്റേ ആൻഡ് ആനിമേലിയ, അങ്ങനെ അദ്ദേഹം 6 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഇതാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോർഷൻസ്, അത് ഇന്നത്തെ നമ്മളെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ടെക്സ്റ്റ് വായിച്ച് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.